ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പോകാൻ പോകുന്നത് പൊൻപറക്കുന്ന് എന്ന സ്ഥലത്താണ്. പൊൻപറക്കുന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അടിപൊളി സ്ഥലമാണ്, ഒരു വ്യൂ പോയിൻ്റാണ് പറയാം. പക്ഷേ പലർക്കും ഇത് അറിയില്ല. അത് കോഴിക്കോട് ജില്ലയിൽ വരുന്ന സ്ഥലമാണ്. എന്നാൽ മലപ്പുറം ജില്ലക്കാർക്കും വരാൻ പറ്റും കേട്ടോ. കാരണം മാവൂർ എന്ന സ്ഥലത്താണ്, മാവൂർ പെരുവയിലെ അതിർത്തിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോട് മലപ്പുറം ജില്ലക്കാർക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു പൊൻപറക്കുന്ന് പറഞ്ഞാൽ. സോ അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊരു കയറ്റം കയറാനുണ്ട്. ഇത് ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു കയറ്റമാണ് കേട്ടോ. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ തന്നെ ഒരു ഓഫ് റോഡ് പോലെയാണ്, നമുക്ക് കുറച്ച് കയറാനുണ്ട്. ഇപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല വ്യൂ മുകളിലുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് രാവിലെ ഒരു 5:30 ആ ടൈമിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മഞ്ഞൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇപ്പം അങ്ങനെ മഞ്ഞ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഒരു 6 മണി ഒരു സമയമായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നൈറ്റ് അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ്. നമുക്ക് മോർണിംഗ് ആണെങ്കിൽ കുറച്ചുകൂടി മഞ്ഞൊക്കെ കിട്ടും. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അത് ക്യാപ്ചർ ചെയ്യാം. വളരെ പരിതാപകരമായ റോഡ് വളരെ മോശമാണിത്. ഓഫ് റോഡ് ട്രക്കിങ് അങ്ങനെയൊക്കെ ഒരു റോഡാണ് വരുന്നത്. ചേട്ടാ, അപ്പം പോകാൻ പറ്റുമോ? ടൈം കുഴപ്പമില്ലല്ലോ. എടുക്കില്ലേ? അതെന്താ വെച്ചാൽ നമുക്കൊരു ചേട്ടനാണ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് പോലീസുകാരാണെന്ന് വിചാരിച്ചു. പക്ഷെ പോലീസുകാരനല്ല ചേട്ടൻ ഒരു ഇതാണ് കേട്ടോ. ചേട്ടനെ വീഡിയോ കിട്ടിയോ? അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മുകളിലേക്ക് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ചൊരു പൊങ്ങി നിൽക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് ടൈമൊന്നും പറയാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ നമുക്കൊരു കാട് പോലെ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു 2 പേരെങ്കിലും മിനിമം 2 പേരെങ്കിലും വരാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് ഒരിക്കലും വരരുത് ഇങ്ങോട്ട്, കാരണം ഇത് കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ 2 പേരെങ്കിലും എന്നാലും വേണം നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. നമുക്ക് എന്നാലും 2 പേരെങ്കിലും വേണം മിനിമം. അങ്ങനെയാണ് നമ്മൾ മാക്സിമം നമ്മുടെ ഇവിടെ വരെ വണ്ടി വരുള്ളൂ കേട്ടോ. നമ്മൾ ശരിക്കും ഇവിടെ വരെ പോലും വരാൻ പറ്റില്ല. നമ്മളെ വണ്ടി ഇതായതുകൊണ്ട് മാത്രം നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. നമുക്കിതാ ഇവിടെ കുറച്ച് ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ വെച്ച് പാർക്ക് ചെയ്താൽ അല്ലേ, ഒരു 5 വണ്ടി ഉണ്ട് അല്ലേ. നല്ല മഴ വരുന്നുണ്ട് അല്ലേ, മേലോട്ട് നല്ല മഴ വരുന്നുണ്ട് ഗേസ്. നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും മേലോട്ട് പോകാൻ പോവാണ്. ഇപ്പോൾ ലോ ലൈറ്റാണ് കേട്ടോ, നമ്മൾ ലോ ലൈറ്റാണ് ഇപ്പം. കാരണം ഇപ്പോൾ ഒരു ഏകദേശം 6:30 സമയമായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ചെറിയ ലൈറ്റ് കുറവുണ്ട്. നമുക്ക് മേലോട്ട് കയറി വെക്കാം. ഇവിടെ നമ്മൾ പണ്ട് ഇവിടെ കല്ലൊക്കെ കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ അതൊക്കെ നിർത്തിച്ചു. അങ്ങനെ സ്ഥലമാണ് ഇപ്പോൾ താഴ്ച കാണുന്നത്. ഇവിടെയും കാടാറ്റി കിടക്കുകയായിരുന്നു. ഇപ്പോൾ കുറേ കല്ലൊക്കെ ഒരുപാട് അതെടുത്ത് പോയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പം നമ്മൾ ഇപ്പം വന്ന ടൈം നമുക്കിപ്പോൾ ഒരു 6:30 ലോ ലൈറ്റ് ആട്ടോ. നമ്മൾ ലൈറ്റ് കുറച്ച് കുറവുണ്ടാവും, ലൈറ്റ് കുറച്ച് കുറവാണ്. നമുക്ക് കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം ഞാൻ മേലോട്ടുള്ള. ഇതാണ് നമ്മുടെ ഈ ഒരു ഏരിയ വരുന്നത് കേട്ടോ. കുറച്ച് കയറാനുണ്ട്. നമ്മൾ രാത്രിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പേടിച്ചു പോകുമല്ലേ. രാത്രി വരികയാണെങ്കിൽ നമുക്ക് പേടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയ്ക്ക് ഒരു കാട് പിടിച്ച ഏരിയ ആണിത്, കണ്ടില്ലേ. പിന്നെ പറഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് കുറച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ശ്വാസം മുട്ട് അങ്ങനെയുള്ളതൊന്നും കുറച്ച് ബുദ്ധിമുട്ടാണ് വരുന്നത് കേട്ടോ. നമ്മളിത് എങ്ങനെ വരുന്നത് വെച്ചാൽ, സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ മാവൂരേക്ക് വരുന്ന റോഡ്, അതായത് മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ടും മാവൂരേക്ക് വരുന്ന റോഡുണ്ട്, അവിടെയാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഈ പെരുവയിൽ നിന്നും മാവൂരിനും ഇടയ്ക്കാണ് വരുന്നത്. അവിടെ വരുമ്പോൾ തന്നെ പൊൻപറക്കുന്ന് നമുക്ക് ബോർഡ് കാണാൻ പറ്റും. ഓക്കെ, അവിടെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് റോഡുണ്ട് കേട്ടോ ഇവിടേക്കില്ലേ. ഒന്ന് ഈ വേഗം കാണുന്നുണ്ട്, ഒന്ന് ഈ വേഗം കാണുന്നുണ്ട്. നമ്മളൊരു പ്രാവശ്യം വന്നതാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ പോയിൻ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് അല്ലേ. താഴത്തേക്ക് ആ ഒരു അതല്ലേ ആ ഒരു ഹിൽ ഏരിയാസ് അവിടെയൊക്കെ വരുന്നത് ഈ ഒരു ഏരിയ കൂടെ പോകുമ്പോഴാണ്. അപ്പോൾ നമ്മളെന്തായാലും ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പോകുന്നത്.
മറ്റേത് കുറച്ച് ലോങ് ആണ് കേട്ടോ, കുറച്ച് ലോങ് ആണ് ആ സ്ഥലം. അപ്പോൾ നമ്മളെന്നാലും നമ്മൾ ഈ ഒരു സമയമാണ് ഇതാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം കുറച്ച് പേരൊന്ന് കാണുന്നുണ്ട്, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് പേരൊക്കെ മുകളിൽ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് കൊഴിഞ്ഞ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്, പണി പൂർത്തിയാവാത്ത സ്ഥലങ്ങളാണ് കേട്ടോ. പണി പൂർത്തിയാവാത്ത കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട്. ദൂരെ നോക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് പോയി നോക്കാം കേട്ടോ. ആണല്ലേ, ഇതിപ്പോൾ അതിലൊരു വീടാണ് ഇത് കാണുന്നത് കേട്ടോ. പണി പൂർത്തിയായിട്ടില്ല, എന്താ അറിയില്ല. ഇവിടെ ഒരു വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല അല്ലേ. നോക്കൂ, കണ്ടല്ലേ, ഒന്നും ആയിട്ടില്ല. സംഭവം തറയൊക്കെ കെട്ടിയിട്ടുണ്ട്, പക്ഷെ പണി പൂർത്തിയായിട്ടില്ല. ഇങ്ങനത്തെ കിണർ നോക്കൂല്ലേ, നോക്കൂ കിണർ നോക്കൂ. കിണറ് കുറച്ച് നല്ല ആഴമുണ്ട് കേട്ടോ, നല്ല കിണർ നല്ല ആഴമുണ്ട്. നോക്കിയിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ അടുത്തേക്കൊന്ന് വരണ്ട കേട്ടോ. നല്ല ആഴമുണ്ട്, നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. കാരണം ഇവിടെ കുറച്ച് സീനായി കിടക്കുകയാണ്. ചവിട്ടുന്ന സ്ഥലമൊക്കെ കുറച്ച് സീനാണ്. അപ്പോൾ ഇങ്ങോട്ടൊന്നും അധികം കുട്ടികളൊക്കെ വരുന്നവരൊക്കെ നോക്കുക. ഇവിടെ ഒന്നും ഒരു വീടിൻ്റെയും പണി പൂർത്തിയായിട്ടില്ല, എന്താ അറിയില്ല. ഓക്കെ, മുസ്ലിം മേലോട്ട് കയറി നോക്കട്ടെ നമുക്ക്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വീട് അതിൻ്റെയും പണി പൂർത്തിയായിട്ടില്ല കേട്ടോ. പിന്നെ അവിടെയുണ്ട്, അവിടേക്കൊക്കെ നമുക്ക് തിരിച്ച് വരുമ്പോൾ കയറാം. കാരണം ഇപ്പം തന്നെ നമുക്ക് നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലെ വ്യൂ നഷ്ടമാവാതിരിക്കാൻ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് കാണിച്ചിട്ട് മാത്രം ഞാൻ പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് മുൻപ് ഒരു ഉച്ചയ്ക്കൊരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട്. അതെന്ന് വെച്ചാൽ ഭയങ്കര ഇതായിരുന്നു, എന്താ പറയുക, വെയിലുള്ള ടൈമിലായിരുന്നു. ഇവിടെ വരേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ രാവിലെ ഒരു 5 മണി 5:30 കയറുകയാണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം വൈകുന്നേരം കയറുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഫ്രണ്ട്സ്, നമ്മളിപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് പൊൻപറക്കുന്ന് എന്നുള്ള പേര് വരാൻ കാരണം. പൊൻപറക്കുന്ന് എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇവിടെ കാണുന്ന പാറകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ, ഈ പാറകളിലൊക്കെ ഇരുമ്പിൻ്റെ അംശവും അതുപോലെ തന്നെ സ്വർണ്ണത്തിൻ്റെ അംശവും ഉണ്ട്. ഇവിടെയുള്ള ഈ മണ്ണൊക്കെ ഉണ്ടാവും അല്ലേ, അതിലൊക്കെ നമുക്ക് ഇരുമ്പിൻ്റെ അംശവും അതുപോലെ തന്നെ സ്വർണ്ണത്തിൻ്റെ അംശങ്ങളും കാണുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ പൊൻപറക്കുന്നെന്ന് വിളിക്കാനുള്ള കാരണം. അപ്പോൾ എന്തായാലും നമ്മളിപ്പം KGF-ൻ്റെ അത്രയൊന്നുമില്ല, പക്ഷേ എന്നാലും ഈ പാറേൻ്റെ ഉള്ളിലൊക്കെ സ്വർണ്ണങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, പറയപ്പെടുന്നത് കേട്ടോ, നമുക്ക് കൺഫേം അല്ല. പക്ഷേ ഇങ്ങനെ എന്നാലും ഇരുമ്പിൻ്റെ അംശം എന്തായാലും ഉണ്ട്, സ്വർണ്ണത്തിൻ്റെ അംശം പണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒക്കെയാണ് പറയുന്നത്. ഹോ ഗേസ്, അടിപൊളി വ്യൂ കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. നല്ല വ്യൂ ആണ് കേട്ടോ. ഏകദേശം ഒരു കൊക്ക മോഡലുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഏകദേശം നല്ല താഴ്ച ഉണ്ട്, ഇവിടുന്ന് താഴത്തേക്ക് കാണാൻ നല്ല താഴ്ച ഉണ്ട്. പിന്നെ നമുക്ക് അവിടുത്തെ റോഡൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട്, പിന്നെ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ടൗണൊക്കെ അല്ലേ, കോഴിക്കോട് ടൗൺ ആ ഏരിയാസൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. അതായത് നമുക്ക് ബീച്ച് അതായത് ഒക്കെ ഇവിടുന്ന് ആ അകലേക്ക് കാണാൻ പറ്റും, കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി മേലോട്ട് കയറി നോക്കാം കേട്ടോ. ഏകദേശം സൂര്യാസ്തമയം ആയി തുടങ്ങി കേട്ടോ. നമുക്കെന്തോ ഭാഗ്യമുണ്ട്, നമ്മൾ വിചാരിച്ചത് മഴ പെയ്യുന്നതാണ് അല്ലേ, പക്ഷെ മഴ പെയ്തില്ല. ഭാഗ്യം, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറി നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥലമാണ് കേട്ടോ ഗെയ്സ്. അപ്പം നമ്മൾ ഏറ്റവും മുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും മുകളിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്, ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഈ പാറകളിലൊക്കെ വെള്ളം ഉണ്ട്, നമുക്ക് ഇതിനുള്ളിൽ വെള്ളം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മളിത് അവിടെ മുകളിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും മുകളിലുള്ള വ്യൂ കേട്ടോ. ഇതാണ് സൂര്യാസ്തമയം. പക്ഷേ സൂര്യനൊക്കെ അസ്തമിച്ച് പോയിട്ടുണ്ട് കേട്ടോ, കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫുള്ള് 360 ഡിഗ്രി പറയുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും വ്യൂ. ഇവിടുന്ന് വ്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, 360 ഡിഗ്രി വ്യൂ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരുപാട് പോകാനുണ്ട്, കുറച്ചുകൂടി മേലോട്ട് ഉള്ള നല്ല ഏരിയാസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടുകൂടി പോകാം. ഇതിപ്പോൾ നമുക്കൊരു സെക്കൻഡ് ടയർ എന്ന് പറയാം. അതായത് നമ്മൾ നേരത്തെ കണ്ട നമ്മൾ സ്ഥലം ഒരു ഫസ്റ്റ് ടയറാണ്, ഇപ്പോൾ സെക്കൻഡ് ടയറാണ്. ഇനിയിപ്പോൾ ഇതിന് മുകളിലേക്ക് തേർഡ് ടയർ ഒന്നുണ്ട്. മുകളിലേക്ക് നോക്കൂ, അവിടെ തേർഡ് ടയർ ഉണ്ട്, നമുക്ക് അവിടേക്ക് കൂടി ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇവിടുന്ന് ഒരുപാട് വഴിയുണ്ട് കേട്ടോ ഇവിടേക്ക് വരാൻ അല്ലേ.
താഴത്തുനിന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട് അവിടെ. മുകളിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അല്ല, ഒരുപാട് പേര് മുകളിലുണ്ട്. മഴേൻ്റെ ഒരു ഉണ്ടായിട്ട് പോലും വന്നിട്ടുണ്ട് എല്ലാവരും. ഓക്കെ, കുറച്ചൊരു മേലോട്ട് പോയി നോക്കാം. കുറച്ചും കൂടി മേലോട്ട് പോകാനുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി പോകാനുണ്ട്. ലാസ്റ്റ് നമുക്ക് മുകളിലും കൂടി എത്തിയിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഒരുപാട് പേരവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും മുകളിൽ ടയർ ഫ്രീ തന്നെ പറയാം. ഇതിന് മുകളിൽ കുറച്ച് കാറാണ്. നമ്മളെന്തായാലും ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഒന്ന് ആ വ്യൂ വെച്ചിട്ട് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ആ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് വ്യൂ പക്ഷേ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ വയലൊക്കെയാണ് വരുന്നത് കേട്ടോ. ഒരു ഭാഗത്ത് വയലൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, കാരണം ഫുള്ള് ഇരുട്ടായിട്ടുണ്ട് ഇവിടെ. സോ അതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് വന്നത്. കുറച്ച് നമ്മളിപ്പോൾ നല്ല കുറച്ച് ശ്വാസമുട്ടലൊക്കെ ആകുന്നുണ്ട്. കാരണം കുറച്ച് ഹില്ല് ഏരിയ ആണ്, കുറച്ച് നല്ല ഉയർന്ന ഏരിയ ആണ്. നമുക്ക് ശ്വാസമുട്ടലൊക്കെ ഉണ്ട്, കാരണം നടന്നു വന്നതും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ എയർ നോക്കുകയാണെങ്കിൽ പോലും കുറച്ച് തണുപ്പുള്ള ഒരു കട്ടി കൂടിയ എയറാണ്. സോ നമുക്ക് കുറച്ച് ശ്വാസമുട്ടലൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുമല്ല, ഇവിടെ ഇരുട്ടായി കഴിഞ്ഞാൽ അതിൽ മഴ പെയ്താലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് താഴത്തേക്ക് പോകാനായിട്ട്. സോ നമുക്ക് ഇപ്പം താഴത്തേക്ക് പോവാം. ഇപ്പം ഇറങ്ങാൻ പോവുകയാണ്. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വീഡിയോസ് നമ്മൾ ട്രാവൽ വീഡിയോസാണ് അധികം ചെയ്യുക. അപ്പം പിന്നെ അതുപോലെ തന്നെ വ്ളോഗ് വീഡിയോസ് ചെയ്യാറുണ്ട്. സോ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളിപ്പം ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം കേരള ഏരിയ നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യാം. അപ്പം നമ്മൾ ബഡ്ജറ്റ് അത്രയേ ഉള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒന്ന് ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ത് നടക്കുക അറിയില്ല. സോ അപ്പോൾ ഇത്ര നമുക്ക് പറയാനുള്ളത് ഗേസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ന വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.